നമ്മളിന്ന് കാണാൻ പോകുന്നത് കേരളത്തിലെ പുരാതനമായ ഒരു ജൈനക്ഷേത്രമാണ്. കേരളത്തിലെ പുരാതന കാലത്തെ ജൈനമത സ്വാധീനത്തിനു തെളിവായി കേരളത്തിലെമ്പാടും ചിതറിക്കിടക്കുന്ന പല ജൈനക്ഷേത്ര അവശിഷ്ടങ്ങളും ഉണ്ട്. ഇവയിൽ പ്രധാനമാണ് വയനാട് ജില്ലയിലെ ബത്തേരി ജൈനക്ഷേത്രം. 13-ാം നൂറ്റാണ്ടിൽ അന്നത്തെ വിജയനഗര രാജവംശത്തിൻ്റെ പ്രബലമായ വാസ്തുവിദ്യാ ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രം ഹിന്ദുക്ഷേത്രമായും വലിയൊരു വാണിജ്യ കേന്ദ്രമായും ഒടുവിൽ ടിപ്പുവിൻ്റെ ആയുധ സൂക്ഷിപ്പു കേന്ദ്രമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1921 ഭാരത സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച ജൈനക്ഷേത്രം കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബത്തേരി ജൈനക്ഷേത്രം കൽപ്പറ്റയിൽ നിന്ന് 24 കിലോമീറ്ററും മാനന്തവാടിയിൽ നിന്ന് 41 കിലോമീറ്ററും അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. കരിങ്കല്ലിൽ പണി ചെയ്തതും മതിൽക്കെട്ടുള്ളതുമായ ഒരു ക്ഷേത്രത്തിൻ്റെ നല്ല മാതൃകയാണിത്. ഗർഭഗൃഹം, അടച്ചുകെട്ടിയ മഹാമണ്ഡപം, മുഖമണ്ഡപം, കേരളീയ ശൈലിയിൽ വേറിട്ട ഒരു നമസ്കാര മണ്ഡപം എന്നിവ അടങ്ങിയതാണ് ക്ഷേത്രം. ശ്രീകോവിൽ ചതുരാകൃതിയിലാണ്. വാതിൽപ്പാളികൾ വ്യത്യസ്ത ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ശ്രീകോവിലിന് പുറത്ത് തൂണുകളോടുകൂടിയ പ്രദക്ഷിണപഥങ്ങളുണ്ട്. അടച്ചുകെട്ടിയ മഹാമണ്ഡപത്തിൽ 2 വരികളിലായി 4 തൂണുകൾ ഉണ്ട്. മഹാമണ്ഡപത്തിനു മുൻപിലാണ് മുഖമണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. അത് 2 വരികളിലായി 6 തൂണുകൾ. ജൈന മന്ദിരത്തിനു മുൻഭാഗത്തായി ചതുരാകൃതിയിലുള്ള ഒരു കിണറുണ്ട്. ഈ കിണറിലൂടെയുള്ള തുരങ്കം മൈസൂർ വരെ ഉണ്ടെന്ന് പറയപ്പെടുന്നു.